ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് മാംഗോ ചീസ് കേക്ക് റെസിപ്പിയാണ്. മാംഗോ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നോ ബേക്ക് മാംഗോ ചീസ് കേക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതിലേക്കുള്ള ക്രസ്റ്റിനുള്ള ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് മാരി ബിസ്ക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മൾ ഇതിനെ ബേക്കിംഗ് പാനിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല ടൈറ്റായിട്ടുള്ള ഒരു ക്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യുക. ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ബൗളോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബാക്ക് സൈഡോ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതിനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്, നമ്മളിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത് വരെ. ഇതിൽ ഞാൻ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ജലാറ്റിൻ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 8 ഗ്രാം ജലാറ്റിൻ പൗഡർ കുറച്ച് ഹോട്ട് വാട്ടർ വെച്ച് മിക്സ് ചെയ്തിട്ട് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ജലാറ്റിൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് യൂസ് ചെയ്താലും മതി. ചൈന ഗ്രാസ് യൂസ് ചെയ്യുമ്പോൾ ഒരു 6 ഗ്രാംസ് ഒക്കെ മതിയാവും. ഇത്രയും ജലാറ്റിൻ്റെ അത്രയും ക്വാണ്ടിറ്റി വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ക്രീം ചീസ് എടുത്തിട്ട് പഞ്ചസാരയും വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് സ്പാച്ചില കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യണത്. ക്രീം ചീസ് കുറച്ച് സമയം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മിക്സ് ചെയ്യുക. ഇനി മാംഗോ പ്യൂരി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നല്ല പഴുത്ത മാങ്ങ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നതാണ്. മധുരം കുറവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അടിക്കുക, വെള്ളം ചേർക്കണ്ട. ഇനി അതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. വിപ്പിംഗ് ക്രീം ചെറുതായിട്ട് ഒന്ന് തിക്കായി വരുന്ന വരെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ജലാറ്റിൻ ചേർത്ത് കൊടുക്കുകയാണ്. ജലാറ്റിൻ നന്നായിട്ട് ഡിസോൾവ് ആയതിനു ശേഷം ചേർത്ത് കൊടുക്കുക. ഡിസോൾവ് ആയിട്ടില്ലെങ്കിൽ ഒരു 4-5 സെക്കൻഡ്സ് നമുക്കൊന്ന് മൈക്രോവേവ് ചെയ്യാം. അതിനുശേഷം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അരിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എനിക്ക് ജലാറ്റിൻ ഇല്ലാതെ ഇത് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ചീസ് കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു ജലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ചേർത്ത് കൊടുത്താൽ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബേക്കിംഗ് പാനിലോട്ട് ഈ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. ബേക്ക് ചെയ്യേണ്ട, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മളിതിനൊരു 30 to 40 മിനിറ്റ്സ് ഫ്രീസറിൽ വെക്കുകയാണ്, നമ്മൾ ഇതിലേക്കുള്ള ജെല്ലി തയ്യാറാക്കുന്നത് വരെ. ജെല്ലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാംഗോ പ്യൂരി, അതുപോലെ കുറച്ച് പഞ്ചസാരയുടെ അളവ് നിങ്ങളെ മാംഗോൻ്റെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്കും നേരത്തെ ചെയ്ത പോലെ ഒരു 2 ഗ്രാം ജലാറ്റിൻ കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. അത് ഇതുപോലെ അരിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള കേക്ക് മിക്സറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിതിനെ സാധാരണ പോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണ്. എന്തായാലും ഒരു 6 to 8 hours ഇത് തണുക്കാൻ വെക്കുക. അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഇരുന്നിട്ട് കഴിക്കാനാണ് ചീസ് കേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ സമയം വെച്ചാൽ അത്രയും നന്നായിരിക്കും. ഞാൻ ഈ ചീസ് കേക്ക് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എടുത്ത് കട്ട് ചെയ്തത്. ഇതുപോലെ നമ്മളൊരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി നമുക്കിഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള മാംഗോ പീസസും അതുപോലെ ചെറീസും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇനി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മളിതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ കത്തി കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം തുടയ്ക്കുക. അതിന് ശേഷം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡ്ജസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ബേക്ക് ചെയ്യേണ്ട. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.